ചേട്ടാ, വിവാഹത്തെ എതിർത്തതിനെ തുടർന്ന് സ്വന്തം വല്യച്ഛനെ തന്നെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു യുവാവ്. ഈ ഒരു വാർത്തയാണ് ഇക്കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് പുറത്തു വരുന്നത്. ഈ സംഭവത്തെ തുടർന്ന് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് മറ്റൊരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വിവാഹത്തെ എതിർത്തതിനെ തുടർന്ന് ഈ യുവാവിൻ്റെ സ്വന്തം മാതാവിനെ മർദ്ദിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ശരിക്കും നടന്നത്? അഭിജിത്ത് പ്രസാദ് എന്ന് പറയുന്ന 33 വയസ്സുകാരനായ അയ്യപ്പൻകാവ് സ്വദേശിയാണ് ഈ കാട്ടിക്കൂട്ടലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ പല ക്രൈമുകൾ പറയുമ്പോഴും സിനിമാ കഥകളെ വെല്ലുന്ന സംഭവം അല്ലെങ്കിൽ സിനിമാ കഥയെ വെല്ലുന്ന കൊലപാതകം എന്നൊക്കെ ആലങ്കാരികമായിട്ട് പറയാറുണ്ട്. പക്ഷേ ഒരു സിനിമാ കഥകളിൽ പോലും കേട്ട് പരിചയമില്ലാത്ത ഒരു തരത്തിലുള്ളൊരു ക്രൈമാണ് ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇയാൾ ആഗ്രഹിച്ച ഒരു വിവാഹബന്ധം നടത്തിക്കൊടുക്കാൻ ഇയാളുടെ വീട്ടുകാർ തയ്യാറായില്ല എന്നൊരു കാരണം പറഞ്ഞാണ് ഇതിന് ഏറ്റവും അധികം തങ്ങളുടെ ബന്ധത്തിന് തടസ്സം നിന്ന പിതാവിൻ്റെ സഹോദരനെ തന്നെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താനുള്ളൊരു ശ്രമം ഇയാൾ കഴിഞ്ഞ ദിവസം നടത്തിവെച്ചത്. അതിന് പിന്നാലെയാണ് ഇയാൾ വീട്ടിൽ തന്നെ സ്വന്തം മാതാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ഈ അഭിജിത്ത് പ്രസാദിന് പച്ചാളത്തൊരു ട്രാവൽ ഏജൻസി ഇയാൾ സ്വന്തമായിട്ട് നടത്തുന്നുണ്ട്. ഇയാളുടെ കുടുംബം അയ്യപ്പൻകാവിലാണ് ജീവിക്കുന്നത്. അയ്യപ്പൻകാവിലൊരു ലേഡീസ് ഹോസ്റ്റൽ ഈ കുടുംബം തന്നെ നടത്തുന്നുണ്ട്. കൊച്ചിയിലാണ് ഈ ലേഡീസ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ഈ ലേഡീസ് ഹോസ്റ്റലിലേക്ക് കഴിഞ്ഞയിടെ ഒരു താമസക്കാരി എത്തുന്നു. മൂവാറ്റുപുഴ സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതി. ഈ യുവതി എത്തുന്നു. ഈ യുവതി സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ ഇടപഴകി നടക്കാറുള്ള ഈ അഭിജിത്തുമായിട്ടൊരു സൗഹൃദത്തിലാവുന്നു. ഈ സൗഹൃദത്തിലാകുന്നു പിന്നീട് ഇതൊരു പ്രണയമായിട്ട് വളരുന്നു. അങ്ങനെ അഭിജിത്തുമായിട്ട് അടുക്കുന്ന ഈ യുവതി, ഈ അഭിജിത്ത് ഈ കുടുംബത്തോട്, തൻ്റെ കുടുംബത്തോട് തങ്ങൾ തമ്മിൽ ഇത്തരത്തിൽ ഇഷ്ടത്തിലാണ്, തങ്ങളുടെ വിവാഹം നടത്തിത്തരണമെന്നൊരാവശ്യം തൻ്റെ കുടുംബത്തിന് മുന്നിൽ വയ്ക്കുന്നു. പക്ഷേ കുടുംബം ആദ്യഘട്ടത്തിൽ ഈ ഒരു ആവശ്യത്തോ നിരാകരിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ അഭിജിത്തും, അതായത് ഈ കുടുംബവും ഈ യുവതിയും രണ്ട് മതത്തിൽപ്പെട്ടവരാണ്. അന്യമതസ്ഥയായ ഒരു പെൺകുട്ടിയുമായിട്ടുള്ളൊരു ബന്ധം ആദ്യഘട്ടത്തിൽ അംഗീകരിക്കാൻ ഈ വീട്ടുകാർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മകൻ്റെ ആവശ്യത്തെ ഇവർ പരമാവധി നിരുത്സാഹപ്പെടുത്തി. എന്നാൽ അഭിജിത്ത് അവിടെ പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല. നിരന്തരം വീട്ടിൽ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ വിവാഹം നടത്തിത്തരണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിക്കുന്നു. അങ്ങനെ മകൻ്റെ നിർബന്ധത്തിൽ നിൽക്കക്കള്ളിയില്ലാതെ അതിന് വഴങ്ങിക്കൊടുക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് മാതാപിതാക്കൾ എത്തുന്നു. അങ്ങനെ ഈ വിവാഹാലോചന ഉറപ്പിച്ചത് ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ എന്തോമാണ്. അങ്ങനെ ഒക്ടോബറിൽ വിവാഹം ഉറപ്പിക്കുന്നു. വിവാഹ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ വീട്ടുകാർ യാദർച്ഛികമായിട്ട് അറിയുന്നു ഈ പെൺകുട്ടി മറ്റൊരു വിവാഹം കഴിച്ചതാണ്. അതോടൊപ്പം തന്നെ ആ മുൻവിവാഹത്തിലെ ബന്ധത്തിൽ ഒരു കുഞ്ഞുകൂടി ഈ കുട്ടിക്കുണ്ട്. ഇത് ഒരുപക്ഷെ ഈ മാതാപിതാക്കളെ അറിയിക്കാതെ അഭിജിത്ത് മാറ്റിവെച്ചതായിരിക്കാം. ഒരുപക്ഷെ ഇയാൾക്കറിയാമായിരിക്കാം. പക്ഷേ ആ വീട്ടുകാരറിയുന്നത് ഏറെ വൈകിയാണ്. അങ്ങനെ ഇവർ പറയുന്നു, വിവാഹത്തിന് ഞങ്ങൾ തയ്യാറല്ല, ഈ വിവാഹാലോചനയുമായി മുമ്പോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊരു നിലപാട് ഈ വീട്ടുകാരെടുക്കുന്നതോടെ കൂടിയാണ് ഇയാളുടെ ഉള്ളിൽ ഒരു പ്രതികാര ബുദ്ധി ഉണരുന്നത്. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ്. അതിന് മുൻപുള്ള ദൃശ്യങ്ങൾ, ഇയാൾ അമ്മയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകുന്നത് 21 ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 21-ാം തീയതി ഇയാളുടെ വീടിൻ്റെ മുന്നിലിരിക്കുന്ന അമ്മയെ ഇയാൾ നിരന്തരം മർദ്ദിക്കുന്നതും ഇത് പിടിച്ചു മാറ്റാൻ അല്ലെങ്കിൽ ഇയാൾക്ക് അനുനയമായിട്ടെത്തുന്ന ആളുകളെയൊക്കെ അസഭ്യം പറയുകയും ഇവരുടെ അടുക്കലേക്ക് പ്രകോപിതനായി എത്തുന്ന ഇയാളെയൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണും. അതിനുശേഷമാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ഈ ഒരു അപകടത്തിന് ശേഷമാണെന്ന് മാത്രം. ഈ കഴിഞ്ഞ ദിവസമാണ് ഇയാളുടെ ഈ ഒരു ബന്ധത്തിൽ, ഈ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ തങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും അധികം പ്രതികൂലമായിട്ട് നിന്ന ഒരു ഘടകമെന്ന് പറയുന്നത് ഇയാളുടെ പിതാവിൻ്റെ സഹോദരനായിട്ടുള്ള സത്യപാലനാണ്. ഇയാളുടെ പിതാവിൻ്റെ പേര് ശിവപ്രസാദ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് സത്യപാലൻ നമ്മുടെ അയ്യപ്പൻകാവ് ചിറ്റൂർ റോഡിൽ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ട്. ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ വെച്ചാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു അപകടം ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് രാവിലെ ഇദ്ദേഹം നേരെ സൂപ്പർ മാർക്കറ്റിൽ രാവിലെ പാലുവണ്ടി വരുന്ന സമയം, രാവിലെ വെളുപ്പിനാണ് സാധാരണഗതിയിൽ ഈ പാലുവണ്ടിയൊക്കെ വരുന്നത്. അങ്ങനെ ഈ തൻ്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്ന പാല് ശേഖരിച്ച് കടയ്ക്കുള്ളിലാക്കി ഇദ്ദേഹം നേരെ സെമിത്തേരി മുക്ക്, ആ റോഡെന്ന് പറയുന്നത് അയ്യപ്പൻകാവ് ചിറ്റൂർ റോഡാണ്. ഇതിൽ സെമിത്തേരി മുക്കിലെ സാധാരണ എല്ലാ ദിവസവും പോകാറുള്ളതാണ്. അവിടെ പോയി ചായ കുടിക്കുക എന്നുള്ളത് ഇയാളുടെ ശീലമാണ്. അങ്ങനെ തൻ്റെ ഇരുചക്ര വാഹനത്തിൽ, ഒരു സ്കൂട്ടറാണ്, കറുത്ത ഒരു സ്കൂട്ടറാണ്. ഈ സ്കൂട്ടറിൽ ഇദ്ദേഹം സെമിത്തേരി മുക്കിൽ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുമ്പോൾ പിന്നിലൂടെ എത്തിയ ഒരു വെളുത്ത മാരുതി കാർ ഇദ്ദേഹത്തെ അതിവേഗതയിൽ വന്ന് ഇടിച്ചു തീർപ്പിക്കുന്നു. ഇതായിരുന്നു ആ സംഭവം. ആ സംഭവത്തിന് ശേഷം ഈ ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടറിൽ നിന്ന് നേരെ തെറിച്ച് ബോണറ്റിലേക്ക് വീഴുന്ന സത്യപാലൻ
ഈ കാറിൻ്റെ ചില്ലും തകർത്താണ്. അത്ര വലിയൊരു ആഘാതമായിരുന്നു അപകടമെന്ന് പറയുന്നത്. അതിനുശേഷം ഈ അഭിജിത്ത് തന്നെയാണ് ഇദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റി തൻ്റെ കാറിൽ തന്നെ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. സാധാരണഗതിയിൽ ഇതൊരു സ്വാഭാവികമായിട്ട് നടക്കുന്ന റോഡപകടം എന്നതിൽ കവിഞ്ഞ് ഇതിൽ കുറേ അസ്വാഭാവികതകൾ പോലീസ് കണ്ടെത്തി. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവിടെ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ ലഭിച്ചതോടെയാണ് ഇതൊരു അപകടമല്ല മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു അപകടമാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് പോലീസ് എത്തുന്നത്. അവിടെ ഒരു CCTV ക്യാമറയുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ സത്യപാലൻ തൻ്റെ ഇരുചക്ര വാഹനത്തിൽ പോകുന്നു. പിന്നിലൂടെ അതിവേഗതയിൽ, രാവിലെ ആ റോഡ് വിജനമാണ്, അധികം വാഹനങ്ങളൊന്നും ആ റോഡിൽ കാണാനുമില്ല. അങ്ങനെ അതിവേഗതയിൽ ഇതിനു മുൻപ് ആ CCTV ക്യാമറ, ഈ സൂപ്പർ മാർക്കറ്റിന് മുന്നിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ സത്യപാലൻ സാധാരണ ഈ പാലിറക്കുന്ന സമയവും അതുപോലെ തന്നെ ചായ കുടിക്കാൻ പോകുന്ന സമയവും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി ആ സൂപ്പർ മാർക്കറ്റിന് ഏതാനും വാര അകലെ ഇയാൾ കാറ് നിർത്തി കാത്തു നിൽക്കുന്നു. അതിനുശേഷം ഇയാൾ സ്കൂട്ടർ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ആ ഒരു റോഡിൽ അത്ര വേഗത കൈവരിക്കാൻ സ്വാഭാവികമായിട്ട് പോകുന്ന ഒരു റോഡാണെങ്കിൽ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഇയാൾ അതിവേഗതയിൽ പെട്ടെന്ന് അത്ര ഫോഴ്സിൽ വന്ന് ഇയാളെ പിന്നിൽ നിന്ന് ഇടിച്ചു വീഴുന്നു. എനിക്ക് തോന്നുന്നു ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രകാരമാണെങ്കിൽ സത്യപാലൻ ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ല. ആ ഒരു ഇടിയുടെ ആഘാതം എന്ന് പറയുന്നത് ഭീകരമായിരുന്നു. ഇയാൾ നേരെ തെറിച്ച് വീണ് ഇപ്പോൾ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇയാൾ. അതോടൊപ്പം തന്നെ ഈ കുടുംബം പറയുന്നത് ഇയാളുടെ ഈ ഇപ്പോഴത്തെ പെരുമാറ്റത്തിലും പ്രകോപനത്തിലും യുവതിയുടെ പങ്ക് കൂടിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ എത്രത്തോളം വ്യക്തത ഉണ്ടെന്നറിയില്ല. കാരണം ഇയാൾ ഈ വിവാഹാലോചനയുമായിട്ട് മുന്നോട്ട് പോകുന്ന കുടുംബത്തോട് പലതവണ ഈ കുടുംബം ഒരു ഉപാധി വെച്ചിരുന്നത് വിവാഹശേഷം നിങ്ങൾ വടുതലയിലെ ഈ കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വാടക കെട്ടിടത്തിലേക്ക് മാറി താമസിക്കുക എന്നുള്ളതായിരുന്നു. അതിനോട് ആദ്യഘട്ടത്തിൽ അനുകൂലമായിട്ടാണ് ഇയാൾ പ്രതികരിച്ചതും. പിന്നീട് ഈ വാടക കെട്ടിടം, ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വടുതലയിലെ കെട്ടിടം തൻ്റെ പേരിൽ എഴുതി തരണമെന്ന് ഇയാൾ നിരന്തരം ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇത് ഈ യുവതിയുടെ പ്രേരണ മൂലമാണെന്നാണ് വീട്ടുകാരുടെ ഭാഗം. ഈ യുവതി തന്നെ ഇവനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇത്തരത്തിൽ ഓരോ തീരുമാനങ്ങൾ ആ കുടുംബത്തിൽ എടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ എത്രത്തോളം വ്യക്തത ആ പെൺകുട്ടിയുടെ പേര് പല മാധ്യമങ്ങളും പറയുന്നുണ്ട്, പക്ഷേ നമ്മൾ പറയുന്നില്ല. അത് കാരണം കേസ് അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ ദാരുണമായൊരു അപകടമല്ല, മനഃപൂർവ്വം കരുതിക്കൂട്ടി ആസൂത്രണത്തോടെ ഉണ്ടാക്കിയ ഒരു എങ്ങനെയാണ് ഇയാൾ ഒരു കേരളത്തിൽ ഇപ്പോൾ ഒട്ടുമിക്ക റോഡുകളിലും CCTV ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ ഇത്ര ബുദ്ധിമോശമുള്ള ഒരു നടപടി ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാൻ അത്രയ്ക്ക് ബുദ്ധി ഇയാൾക്കുള്ളോ എന്നാണ് സംശയിക്കുന്നത്. കാരണം 33 വയസ്സുകാരനായ ഒരാൾ കുടുംബത്തിലെ തീരുമാനങ്ങളെ അല്ലെങ്കിൽ കുടുംബത്തിൽ എതിരഭിപ്രായം പറഞ്ഞ തൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ, തൻ്റെ ഒരു ബന്ധുവിനെ തന്നെ ഇത്തരത്തിൽ കാറടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സംഭവം അപൂർവമാണ്. ഇത്തരത്തിൽ നമുക്ക് തന്നെ കേട്ടുകേൾവി ഉണ്ടാവില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സിനിമാ കഥകളിൽ പോലും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആസൂത്രണം, അത് ഒരു മണ്ടത്തരം പിടിച്ച ആസൂത്രണമാണ് ഇയാൾ ചെയ്തു വെച്ചത്. കാരണം CCTV ഉള്ള റോഡിൽ ഇയാൾ ആ കാത്തു നിന്ന ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളാണ് അതൊക്കെ. അതിനുശേഷം ആ റോഡിൽ CCTV ദൃശ്യങ്ങളിൽ കാണാം ഇയാൾ പാഞ്ഞു വന്ന് ഇദ്ദേഹത്തെ പിന്നിൽ നിന്ന് ഇടിച്ചു വീഴുന്നത്. അപ്പോൾ മുൻപൊക്കെ ഈ വാഹനാപകടങ്ങൾ എന്ന് വരുത്തി തീർത്തുകൊണ്ട് കൊലപാതകങ്ങൾ ചെയ്യുക പാടെന്ന് പറഞ്ഞാൽ അത്തരം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ കണിച്ചുകുളങ്ങര കൊലപാതകം, അതുപോലെ തന്നെ ഒറ്റമശ്ശേരി കൊലപാതകം, ഇങ്ങനെയൊക്കെ വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മനഃപൂർവ്വമാണെങ്കിൽ അത് നരഹത്യയുടെ അല്ലെങ്കിൽ വധശ്രമത്തിൻ്റെയൊക്കെ പരിധിയിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇയാൾ ഇപ്പോൾ നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് കൈകാര്യം ചെയ്യുന്നത്. ഇയാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇയാൾ ചെയ്തു വെച്ചത്. എന്തായാലും ഇനി ഇഷ്ടപ്പെട്ട യുവതിയോടൊപ്പം ജീവിക്കുക എന്ന സ്വപ്നം എന്തായാലും അടുത്തിടെയൊന്നും യാഥാർത്ഥ്യമാകാൻ സാധിക്കില്ല. കാരണം വധശ്രമമാണ്, 302 ഇയാളുടെ പേരിൽ ചുമത്തിയിരിക്കുന്ന കുറ്റം. ആ യുവതി ഇനി പാട് നോക്കിപ്പോയാലും ഇയാൾ കുടുംബത്താലും വെറുക്കപ്പെട്ട് ജയിൽവാസവും കഴിഞ്ഞ് ഈ കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. എന്തായാലും ഒരു പരിധി കഴിഞ്ഞാൽ മക്കളുടെ കാര്യത്തിലും മാതാപിതാക്കൾ ഒരു പരിധിയിൽ കവിഞ്ഞ് ഇടപെടാൻ പോകരുത് എന്നുള്ളതാണ്. തങ്ങളുടെ സുരക്ഷിതം ഇന്നത്തെ കാലമാണ്. ഈ 33 വയസ്സുകാരനാണ് ഈ പ്രതിക്കെന്ന് പറഞ്ഞാലും ഇയാൾ ഒരുപക്ഷെ മാനസിക വെല്ലുവിളി നേരിടുന്നു എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ശിക്ഷാളവ് കിട്ടിയേക്കാം. അതിനെ സാധൂകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വീട്ടുകാരും പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഇയാൾ ഈ മാതാവിനെ മർദ്ദിച്ചതിന് ശേഷം വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ സമയത്ത് പറഞ്ഞിരുന്നത് ഇയാൾ ഈ മാനസിക പ്രശ്നങ്ങളും മാനസിക വെല്ലുവിളികളുമായി ബന്ധപ്പെട്ട് മരുന്ന് കഴിക്കുമായിരുന്നു, കൗൺസിലിംഗ് എടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും മാനസിക വെല്ലുവിളി ഉള്ള ഒരാൾ തന്നെ ചെയ്തു വെക്കുന്ന തരത്തിലുള്ള ഒരു കുറ്റകൃത്യമാണ് ഇയാൾ ചെയ്തു വെക്കുന്നത്. പെട്ടെന്നൊരു എടുത്തുചാട്ടത്തിൽ ഒരു ബുദ്ധിമോശം ചെയ്തു വെച്ചു. എന്തായാലും ഇനി അതിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ശരി.